അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഖുബാ പള്ളിയിലാണ്. ഖുബാ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധമായ മദീനയിൽ വന്നുകൊണ്ട് ആദ്യം നിർമ്മിച്ചൊരു പള്ളി കൂടെയാണ് ഖുബാ പള്ളി. തന്നെയുമല്ല ഖുർആനിൽ സൂറത്ത് തൗബ, സാധാരണ നമ്മൾ ബിസ്മി ഓതാത്തതാണ് സൂറത്ത് തൗബ. അതിൽ പറയുന്നുണ്ട് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അടിത്തറവാകിയ പള്ളി എന്നാണ് ഈ പള്ളിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് എല്ലാ ശനിയാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരികയും നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ തതഖറ ഫീ ബൈത്തി സുമ്മ അതാ മസ്ജിദുൽ ഖുബാ ഫസല്ല റകഅത്തൈനി കഅജ്റത്തി ഉംറ. ഒരാൾ ഖുബാ പള്ളിയിൽ വന്ന്, അതായത് എവിടെ നിന്നാണോ അയാൾ വരുന്നത് അവിടുന്ന് ശുദ്ധിയോടുകൂടെ വുളൂ ചെയ്തിട്ട് ഖുബാ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പം നമ്മൾ നിസ്കരിച്ച് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ നിസ്കാരത്തിനൊക്കെയുള്ള കൂലി എന്ന് പറഞ്ഞാൽ ഒരു ഉംറയുടെ കൂലി. അപ്പോൾ ഉംറ ചെയ്യണമെങ്കിൽ നമ്മൾ ഹറമിൻ്റെ പുറത്ത് പോകണം അല്ലേ, എന്നിട്ട് ഇഹ്റാം ചെയ്യണം, എന്നിട്ട് കഅബ തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, മുടി വെട്ടണം. ഇതൊക്കെ ചെയ്യണ ആ ഒരു കൂലി നമുക്ക് ഈ പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചാൽ കൂലി കിട്ടും. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മൾ നിസ്കരിച്ചത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ അഹ്ലുകാർക്കൊക്കെ, ഇത് കാണുന്നവർക്കൊക്കെ ഇവിടെ വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ആണുങ്ങൾക്കൊരു വലിയ പാടുണ്ട്. അതായത് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യണം, ജമാഅത്ത് നിസ്കരിക്കണം അല്ലേ. പള്ളിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കാം. ആ പള്ളിയിലേക്ക് നമ്മൾ ജമാഅത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, വുളൂക്കും. എന്നാൽ പള്ളിയിലെ ഹൗദിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് ബൈത്തുൽ മുതലാണ്, അതങ്ങനെ ചിലവഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്തിട്ട് വേണം എടുക്കുവാൻ. അതൊരു വലിയ പാടാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് അങ്ങനെ ചെയ്യില്ല, അതൊരു പാടാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഈ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ 2 റക്അത്ത്, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ശുദ്ധിയോടുകൂടെ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാലാണ് എന്ത് കൂലി കിട്ടുക, ഉംറയുടെ കൂലി കിട്ടുക. അപ്പോൾ നമുക്ക് 2-3 പാഠങ്ങളാണ് ചെയ്യുന്നത്. എവിടേക്ക് പോകുമ്പോഴും നമ്മൾ ഒരുങ്ങിയിട്ട് പോകണം. ഒരുങ്ങിയിട്ട് ഇപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്തിട്ട് പള്ളിയിലേക്ക് പോകാം. ഇനി നമ്മൾ എവിടേക്കെങ്കിലും വല്ല എന്ത് പരിപാടിക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു മുന്നൊരുക്കം ആദ്യമാണ്. അതാണ് ഇത് നമുക്ക് നൽകുന്ന പാഠം. അൽഹംദുലില്ലാഹ്. നമ്മുടെ അൽഹംദു ഗ്രൂപ്പ് ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങി മദീനയിലെ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഖുബാ പള്ളി വെച്ച് നിസ്കരിച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.